പ്രേതങ്ങളെയൊന്നും എനിക്ക് പേടിയില്ല. ജീവിച്ചിരിക്കുന്ന ദുഷ്ടരായ മനുഷ്യരെയാ എനിക്ക് പേടി. ഞാനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് നീ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയണോ? പറയണെങ്കി പറയാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നുണ്ട്, നിനക്ക് വേറൊന്നും തോന്നരുത്. നീ നിന്റെ മോളോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേ. അതെ, എന്റെ മോള് സൂക്ഷിച്ചു തന്നെയാ നടക്കുന്നത്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞു പോയെന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണല്ലോ തോമസ് സാറിന്റെ അരികിലേക്കെന്നും പറഞ്ഞു പോയത്. എന്നിട്ട് എന്തായി? എന്റെ മോൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ലല്ലോ. ലക്ഷ്മിക്ക് ഞാൻ നല്ല ശുദ്ധമായ പലഹാരങ്ങളെ ഉണ്ടാക്കി കൊടുത്തത്. അതിനകത്ത് വിഷം കലർത്തിയത് നിങ്ങൾ വിട്ട ആള് തന്നെയാ. അതിനാ നിങ്ങൾക്ക് തല്ല് കിട്ടിയത്. നീ വെറുതെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത് മോഹിനി. പലഹാരത്തിൽ വിഷം കലർത്തിയത് ഞാൻ വിട്ട ആളാണെന്ന് പറയാൻ മാത്രം എന്തെങ്കിലും തെളിവുകൾ നിന്റെ കയ്യിലുണ്ടോ? ഇപ്പോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണെന്നറിയാമോ? അത് നിന്റെ മരുമോൻ തന്നെയാ. അതെ, ഒന്നുകിൽ കണ്ണൻ അല്ലെങ്കിൽ കണ്ണന്റെ അച്ഛൻ, രണ്ടിൽ ഒരാളാ ഇവിടെ പ്രതി. അതെ. അതിന് കണ്ണന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? മരിച്ചുപോയി. ചില ആൾക്കാർ മരിച്ചാലേ ഈ ഉടല് വിട്ടല്ലേ പോകത്തുള്ളൂ, ഭൂമി വിട്ടു പോകത്തില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് നീ നിന്റെ മോളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോളാൻ. കണ്ണനെ വഞ്ചിച്ചവരെയൊക്കെ കണ്ണന്റെ അച്ഛൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന എനിക്ക് തോന്നേ. എന്താ അങ്ങനെ നിങ്ങളെ കണ്ണന്റെ അച്ഛൻ ശല്യം ചെയ്തായിരുന്നോ? ഏയ്, ഞങ്ങളെ ശല്യം ചെയ്തൊന്നുമില്ല. പിന്നെ അപകടത്തിലൊക്കെ മരിച്ചതല്ലേ, അതുകൊണ്ട് അയാളുടെ ഗതി കിട്ടാത്ത ആത്മാവ് ഇവിടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോന്ന് ആർക്കറിയാം. അതെ അതെ, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കില് ആ ആത്മാവ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യേണ്ടത് നിങ്ങളെയാ. കാരണം നിങ്ങളാ കണ്ണന്റെ അച്ഛനെ കൊന്നത്. എന്റെ മോഹിനി ഒന്ന് പതുക്കെ പറ. അയലത്താരെങ്കിലും കേട്ടാ പിന്നെ അത് മതി ഒരു ലഹളക്ക്. എടാ പ്രതാപ, നീ വെറുതെ സംസാരിച്ചുള്ള ആരോഗ്യം കളയാതെ കേറിപ്പോ. പോടാ, നടക്കാൻ അങ്ങോട്ട്. പോകിയല്ലോ. എന്റെ ദൈവമേ. എടാ മോനെ, ഞാനേ വാമേട്ടനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണന്റെ കല്യാണത്തിന് മുൻപ് നമ്മളെല്ലാരും കൂടി സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലേ നിന്റെ പേരിലും മഞ്ജുവിന്റെ പേരിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ണൻ എഴുതി വെച്ചേനെ. മഞ്ജുവിന്റെ പേരിൽ എഴുതി വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എങ്കിലുവേ നിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിലേ നമുക്കതൊരു മെച്ചമായേനെ. ഇനിയിപ്പോ അതേപറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. വീണ്ടും അതേപ്പറ്റി സംസാരിക്കാനൊരു സമയം വന്നിരിക്കാം മോനെ. നമ്മളത് പരമാവധി മുതലെടുക്കണം. അതുകൊണ്ടാ ഞാൻ വാമേട്ടനോട് വരാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് മുത്തശ്ശി വിളിച്ചിരുന്നു. രാത്രിയില് അച്ഛൻ പ്രേതത്തെ കണ്ട് പേടിച്ചെന്ന്. നിന്റെ അച്ഛൻ ഇതിനു മുമ്പും അങ്ങനെ പേടിച്ചിട്ടുണ്ടല്ലോ. അവസാനം അത് ജീവിച്ചിരിക്കുന്ന പ്രേതമായിരുന്നു. ഈ വീടിന്റെ മൂത്ത മരുമോളായിട്ട് വന്നോള്. അങ്ങനെ അല്ലടാ മോനെ. പ്രതാപൻ എന്നെയും വിളിച്ചിരുന്നു. അയാള് കണ്ടത് നിന്റെ അച്ഛനെയാ. വിശ്വേട്ടനെയോ? അതെ. അതിന് വിശ്വേട്ടനും മോളുടെ അച്ഛനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ വിശ്വേട്ടനെ പ്രതാപം കാണുന്നത്?